നമസ്കാരം. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ കോഴിക്കോട് ഹോട്ടൽ ഫോർട്ടിൻ്റെ ജനറൽ മാനേജറാണ്. നമ്മൾ ഈ ഡയറക്റ്റ് പബ്ലിഷേഴ്സിൻ്റെ ടൂറിസം കേരള സ്മാർട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ വാങ്ങുന്നതാണ്. അത് കാരണം അത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഗസ്റ്റിന് കൊടുക്കാൻ പറ്റുന്നൊരു ബുക്കാണ്. പക്ഷേ ഈ വർഷം അവർ സ്മാർട്ട് ബുക്കായിട്ടാണ് ഇറക്കിയത്. സ്മാർട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഡിജിറ്റൽ ആയിട്ടുള്ള QR കോഡൊക്കെ കൊടുത്തിട്ട് നമ്മളെ ഓരോ സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ ആണെങ്കിലും QR കോഡ് അത് QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് നമുക്ക് വെർച്വൽ ആയിട്ട് എല്ലാം കാണാൻ പറ്റുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്മാർട്ട് ബുക്ക് ഈ പ്രാവശ്യം ഇറക്കിയത്. ഒരു പ്രിൻ്റഡ് മീഡിയയിൽ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഇതേപോലെ വീഡിയോ ഉൾപ്പെടെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഡയറക്റ്റ് പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഹോട്ടലിയർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾക്ക് ഹെൽപ്ഫുള്ളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സ്മാർട്ട് ബുക്ക് നമ്മൾ റിസപ്ഷനിലൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പം വിദേശികളും ഈ കേരളത്തിൻ്റെ പുറത്തുനിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ വന്ന് നമ്മളെ റിസപ്ഷനിൽ നമ്മൾ നിയറസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞെടുത്താൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് പോലും പറഞ്ഞോളുന്നില്ല. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഡെസ്റ്റിനേഷൻസൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുക. കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ കാപ്പാട് ബീച്ച്, ബീച്ച് നമ്മൾ വാസ്കോഡഗാമ കപ്പലിറങ്ങിയ സ്ഥലം, അതേപോലെ കോഴിക്കോട് ബീച്ച്, മാനാഞ്ചിറ സ്ക്വയർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ അതല്ലാത്ത കോഴിക്കോട് ജില്ലയിലുള്ള ഒരുപാട് അറിയപ്പെടാത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസൊക്കെ ഈ ബുക്കിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ മേഖലയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണിത്. ഇത് ഡിജിറ്റലൈസ് ചെയ്തെന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു ഡയറക്ടറി, ഒരു പ്രിൻ്റഡ് ഡയറക്ടറി ആണെങ്കിൽ പോലും ഇതിൽ QR കോഡ്, ഇതിനകത്തുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെർച്വൽ ടൂർ പോലെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്നു. വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. താങ്ക് യു.